Hello. Hello, friends. Good morning. Good morning. Okay. കഴിഞ്ഞ ദിവസം ട്രേഡ് ഉണ്ടായില്ല അല്ലേ? ഓക്കെ. നിഫ്റ്റി ബെയറിഷ് ആണല്ലേ? പക്ഷേ ഓൾമോസ്റ്റ് ഓൾ ഇൻഡെക്സുകളും ബുള്ളിഷ് ആണ്. ഗ്ലോബൽ ഇൻഡെക്സുകളൊക്കെ ബുള്ളിഷ് ആണ്. ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് കയറുന്നുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം നിഫ്റ്റിയിലെ ഒരു സ്ലൈറ്റ് ബെയറിഷ്നെസ്. ഓക്കെ. നമുക്ക് പതിവ് പോലെ തന്നെ പ്രീ മാർക്കറ്റ് അനാലിസിസ് റുട്ടീൻ പോവാം അല്ലേ? അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ നോക്കാറ്? നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയോ പ്രീ മാർക്കറ്റ് അനാലിസിസ് ചെയ്യുന്നതിനെ കുറിച്ച്? ആ ഒരു പ്രയോറിറ്റി ഓർഡറിൽ ഒന്ന് പറയാമോ? എന്തൊക്കെയാണ് നമുക്ക് നോക്കേണ്ടത്? ഗ്ലോബൽ മാർക്കറ്റ് നോക്കും. ഓക്കെ. പിന്നെ FI ആൻഡ് DI ഡാറ്റ നോക്കും. ഓക്കെ. പിന്നെ ഇന്ത്യ വിക്സ് 5 days ചാർട്ട് നോക്കും. ഓക്കെ. പിന്നെ ക്രൂഡ് ഓയിൽ പ്രൈസ് നോക്കും. ക്രൂഡ് ഓയിൽ പ്രൈസ്. ഓക്കെ. ഓക്കെ. അപ്പൊ ഗ്ലോബൽ മാർക്കറ്റ്സ് നോക്കുമ്പോൾ വളരെ ബുള്ളിഷ് ആണ്. ഏകദേശം ഒരു 9 ഇൻഡെക്സിൽ 7 ബുള്ളിഷ് ആണ് അല്ലെ? അപ്പൊ നമുക്ക് 7, 8, 9 ബുള്ളിഷ് ആണെങ്കിൽ അല്ലെങ്കിൽ ബെയറിഷ് ആണെങ്കിൽ അതൊരു വ്യൂ ആയിട്ട് എടുക്കാം. 6, 3 ആണെങ്കിൽ എടുക്കാതിരിക്കുകയാണ് നല്ലത്. ഓക്കെ. പിന്നെ ഇതിന്റെ ഇന്റൻസിറ്റി നോക്കണം. ഇപ്പൊ ഈ ബെയറിഷ് ആയിട്ടുള്ള 2 ഓൾമോസ്റ്റ് ന്യൂട്രൽ ആണെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെ? പക്ഷെ ബുള്ളിഷ് ആയിട്ടുള്ള നെയ്ക്കി 1.78 നന്നായിട്ട് ബുള്ളിഷ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ അടുത്തത് നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റി നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നോക്കാം. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗിഫ്റ്റ് നിഫ്റ്റിയും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് പോവുക. ഓക്കെ. ദെൻ നമുക്ക് FIDI ഡാറ്റ നോക്കാം. ഓപ്ഷൻ സ്ട്രാറ്റജി ബിൽഡർ. ഓക്കെ. FIDI ഡാറ്റ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ? സ്ക്രീൻ എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ. എങ്ങനെയാണ്, ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ? അതോ ന്യൂട്രൽ ആണോ? ന്യൂട്രൽ അല്ലേ? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? FIDI ഡാറ്റ എങ്ങനെ നോക്കും? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ആർക്കെങ്കിലും പറയാമോ? ന്യൂട്രൽ അല്ല. അപ്പൊ എപ്പോഴും നമ്മൾ FIIസിന്റെ പെർസ്പെക്റ്റീവിലാണ് ഇത് റീഡ് ചെയ്യേണ്ടത്. FIIസ് ബെയറിഷും ക്ലയന്റ് ബുള്ളിഷും ആണെങ്കിൽ FIDI ഡാറ്റ ബെയറിഷ് ആണ്. നേരെ മറിച്ച് FIIസ് ബുള്ളിഷും ക്ലയന്റ് ബെയറിഷും ആണെങ്കിൽ FIDI ഡാറ്റ ബുള്ളിഷ് ആണ്.
FIS എങ്ങോട്ടാണോ നിൽക്കുന്നത് അതിന് ഓപ്പോസിറ്റ് ആണ് ക്ലയന്റ് നിൽക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും. ഇനി രണ്ടും ഒരു സൈഡിലേക്കാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഡാറ്റയല്ല, മിക്സഡ് വ്യൂ ആണ്. രണ്ടും ബുള്ളിഷ് ആണെങ്കിലും ബാരിഷ് ആണെങ്കിലും മിക്സഡ് വ്യൂ ആണ്. എപ്പോഴും ബാരിഷ് ആണെങ്കിൽ എങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോ സ്ട്രോങ് ബാരിഷ് അല്ല, മീഡിയം ബാരിഷ്. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ വ്യൂ അല്ലെ. അപ്പൊ ഇതിന്റെ സമ്മറി എന്ന് പറയുന്നത് ബാരിഷ് ആണ്. അപ്പൊ എപ്പോഴും നമുക്ക് ഇതൊരു നല്ല ഡാറ്റ ആവുന്നത് FIDI ഡാറ്റയുടെ ഓപ്പോസിറ്റ് പ്രോസും ക്ലയന്റും നിൽക്കുമ്പോഴാണ്. അപ്പോൾ നമുക്ക് FII ഡാറ്റന് എടുക്കാം, അതായത് ക്ലയന്റിന്റെ ഓപ്പോസിറ്റ്. അപ്പൊ നമ്മള് പ്രയോറിറ്റി കൊടുക്കുന്നത് FII ഡേറ്റയ്ക്ക് അല്ലേ? FII ഡാറ്റയ്ക്കാണ്. അത് ഏത് സെലക്ടണോ അതാണ് കൂടുതൽ. അതെ. ഇത് പലരും കാര്യമായിട്ട് ലോങ് ടൈം ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ സെൻസിബിളിന്റെ ഫൗണ്ടേഴ്സ് തന്നെ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ വെളിച്ചത്തിൽ അവർ പറയുന്നത് FIDI ഡാറ്റയിൽ FIIസിന്റെ ഓപ്പോസിറ്റ് ക്ലയൻസ് വരുന്ന ദിവസങ്ങളിൽ പലപ്പോഴും FIIs കറക്റ്റ് ആവാറുണ്ട്. നേരെ മറിച്ച് FIIസും ക്ലയൻസും ഒരേ ഡയറക്ഷനിൽ പോകുമ്പോൾ അതില് ന്യൂട്രൽ ആയിട്ടാണ് വരാറ്. ചിലപ്പോൾ ബുള്ളിഷ് ആവും, ചിലപ്പോൾ ബാരിഷ് ആവും. കൂടുതലും നിഫ്റ്റിയുടെ ഒരു പ്രഡിക്റ്റർ ആവുന്നത് FIIസിന് ഓപ്പോസിറ്റ് ക്ലയൻസ് വരുമ്പോഴാണ്. അപ്പൊ FIIs ആണ് അതിൽ കൂടുതലും ശരിയാവാറ്. ഓക്കെ, അപ്പോ നമ്മുടെ ഇനി ഒരെണ്ണം കൂടി ഉള്ളൂ അല്ലെ, ഇന്ത്യ വിക്സ് നോക്കാം. ഇന്ത്യ വിക്സ് ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് പോസിറ്റീവ് ആണ്, അതും ബാരിഷ് ആണ് കാണിക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റ്സും മാത്രമാണ് നമുക്ക് ബുള്ളിഷ് ആയിട്ടുള്ളൂ, ബാക്കി ബാരിഷ്നെസ് ആണ് കാണിക്കുന്നത്. നമുക്ക് ചാർട്ടും കൂടി റീഡ് ചെയ്യണം. ചാർട്ടിലും ഓൾമോസ്റ്റ് ബാരിഷ് ആണല്ലോ ഇപ്പോ. അപ്പോ ചാർട്ട് നമുക്ക് കാര്യമായിട്ട് റീഡ് ചെയ്യേണ്ടതുണ്ട്, ട്രെൻഡും കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യേണ്ടതുണ്ട്. അതിന് മുമ്പ് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇന്ത്യ വിക്സ്. പക്ഷെ അത് എളുപ്പമാണെന്ന് വിചാരിച്ചത് പ്രയോറിറ്റി കുറയ്ക്കണ്ട. സെക്കൻഡ് പ്രയോറിറ്റി നമ്മൾ ഇന്ത്യ വിക്സ് ആണ് പലപ്പോഴും കൺസിഡർ ചെയ്യുക. തേർഡ് പ്രയോറിറ്റി ആണ് FIDI ഡാറ്റ. നമുക്ക് ഇന്ത്യ വിക്സ് നോക്കാൻ വളരെ ഈസിയാണ്. FIDI ഡാറ്റ നോക്കണമെങ്കിൽ കുറച്ച് ടഫാണ്. പക്ഷെ ഇന്ത്യ വിക്സ് ആണ് ബെറ്റർ ഇൻഡിക്കേറ്റർ ആവാറ്. FIDI ഡാറ്റ അത് കഴിഞ്ഞിട്ടാണ്. ഇന്ത്യ വിക്സ് വീണ്ടും കൂൾ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇത് കാണിക്കുന്നത് ബുള്ളിഷ്നെസ് ആണ്. അതായത് ബുള്ളിഷ്നെസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ വലിയൊരു വോളറ്റൈലിറ്റിക്ക് സാധ്യതയില്ല എന്നും കൂടിയാണ് ഇത് കാണിക്കുന്നത്. അതായത് മാർക്കറ്റ് വലിയൊരു മൂവ്മെന്റിനുള്ള സാധ്യത ഇല്ല എന്നാണ് ഇത് കാണിക്കുന്നത്. എസ്പെഷ്യലി ബുള്ളിഷ് ആണ്. ബാരിഷ് അപ്പോ ഇന്ത്യ വിക്സ് കൂൾ ഡൗൺ ആണെങ്കിൽ ബുള്ളിഷ്, ഇന്ത്യ വിക്സ് കെയർ ആണെങ്കിൽ ബാരിഷ്. ഓക്കെ, 5 ദിവസത്തെ ഡാറ്റയാണ് നോക്കേണ്ടത്. അപ്പൊ ഇനി ചാർട്ടിലേക്ക് വരാം. ചാർട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ 1 ഡേയുടെ ഹൈ ആൻഡ് ലോസ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു ലെവല് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, ഈ ഒരു ലെവല്. കാരണം അത് ഈ 2 ദിവസത്തെ ലോ ആണ് അല്ലെ, ഈ ഒരു ലെവല്. അപ്പൊ അത് നമുക്ക് ഇപ്പൊ പ്രൈസ് നിൽക്കുന്നതിന് മുകളിലായതുകൊണ്ട് റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യാം. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ടാണ്. അതിപ്പോ പ്രൈസ് നിൽക്കുന്നതിന് താഴെ ആയതുകൊണ്ട് നമുക്ക് ഗ്രീൻ ആയിട്ട് മാർക്ക് ചെയ്യാം. വേറെ ക്രൂഷ്യൽ പോയിന്റ്സുകളൊന്നും ഇതിൽ നമ്മൾ മിസ്സായിട്ടില്ല എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ 3-4 ദിവസത്തെ ഹൈ ആൻഡ് ലോസ് ആണ് നമ്മൾ പറഞ്ഞെങ്കിലും അതിന്റെ ഹൈസിന് ഇപ്പൊ തൽക്കാലം പ്രസക്തിയില്ല. കാരണം ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് മാർക്കറ്റ് മുകളിലേക്ക് കയറിയതിനു ശേഷം മാത്രമാണ് അതിന് പ്രസക്തിയുള്ളൂ അല്ലെ. അതും വളരെ അകലെയാണ് നിൽക്കുന്നത്. അപ്പൊ ഇന്ന് എത്താനുള്ള സാധ്യത കുറവാണ്. ഒരു ദിവസം അപ്രോക്സിമേറ്റ്ലി മാർക്കറ്റ് സഞ്ചരിക്കുന്ന അതും ഇന്ത്യ വിക്സും നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം മാർക്കറ്റ് ഇന്ന് അവിടെ എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ 2 ലെവൽസ് ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരയ്ക്കേണ്ടത്. അതിനുശേഷം നമുക്ക് 30 മിനിറ്റ്സിലേക്ക് പോവാം അല്ലെ. അപ്പൊ 30 മിനിറ്റ്സിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നത് ഓൾറെഡി ഇപ്പൊ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞു പോയി. പക്ഷെ എപ്പോഴും നമ്മൾ തിരക്ക് കൂട്ടണ്ട. നിഫ്റ്റിയില് സ്റ്റാർട്ടിങ് ആദ്യത്തെ ഒരു 10 മണി വരെയൊക്കെ നമ്മൾ ട്രേഡ് എടുക്കാതിരിക്കുകയാണ് നല്ലത്. പക്ഷെ ഇവിടെ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞു പോയത് ഇവിടെയാണ് അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായ ഒരു ഫ്ലിപ്പ് സോൺ അല്ലേ ഇത്, ഓർക്കുന്നുണ്ടോ? ആ ഫ്ലിപ്പ് സോൺ ഇന്നലെ ഇവിടെ നിന്ന് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൊരു നല്ല ട്രസ്റ്റ് റിവാർഡ് കിട്ടില്ലായിരുന്നു അല്ലെ. ഇന്നലെ ഇവിടെ ഒരു പക്ഷെ നമ്മൾ ട്രേഡ് എടുത്തിരുന്നെങ്കിൽ നമുക്ക് ഒരു 1:2 കിട്ടാനുള്ള ഇത് ബുദ്ധിമുട്ടാണ് അല്ലെ. ഇവിടെ വന്ന് ഫോർ എക്സാമ്പിൾ ഐക്യനാഷി തിരിയുമ്പോൾ നമ്മളൊരു ട്രേഡ് എടുത്തിരുന്നെങ്കിൽ നമ്മൾ ഒരു പക്ഷെ പരാജയപ്പെട്ടേനെ അല്ലെ. 1:2 എത്തിയിട്ടില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം 1:2 കഷ്ടി, പക്ഷെ നല്ലൊരു
ഹെഡ് റൂം, ഒരു സ്റ്റോപ്പ് ലോസിൽ ഒരു ബഫറും ഒരു കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷെ 1:2 നമുക്ക് കിട്ടില്ലായിരുന്നു. കറക്റ്റ് ഈ ഗ്രീൻ ക്യാൻഡിലിൽ എൻഗൾഫിങ്ങിൽ റൂൾസ് ബേസ് കയറുകയാണെങ്കിൽ ഹൈക്കനാഷി എൻഗൾഫിങ് ഇവിടെ നടന്നിട്ടുണ്ട്. ആ റൂൾസ് ബേസ് കയറുകയാണെങ്കിൽ ഒരു ടൈറ്റ് സ്റ്റോപ്പ് ലോസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് 1:2 കഷ്ടി കിട്ടുമായിരുന്നു. എനിവേ നോട്ട് ദിസ് പോയിന്റ്, അതായത് നമ്മൾ ആ വരച്ചിട്ടിരുന്ന ലൈൻ പെർഫെക്റ്റ് ആയിട്ട് ഇന്നലെ ഇവിടെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് വീണ്ടും ശക്തമാവുകയാണ്. അപ്പൊ അത് ഇപ്പോഴത്തെ പ്രൈസ് ലെവലിനെ സംബന്ധിച്ചിടത്തോളം അത് റെസിസ്റ്റൻസ് ആണ് അല്ലെ. നമുക്ക് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യാം. അത് ഇന്നും നല്ലൊരു ടേണിംഗ് പോയിന്റ് ആയിട്ടുണ്ട് അഗെയിൻ. പക്ഷെ അത് നമുക്ക് ഒരിക്കലും ട്രേഡ് എടുക്കാൻ പറ്റില്ല. കാരണം അതിൽ ഫസ്റ്റ് 5 മിനിറ്റ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് തന്നെ അതിൻ്റെ അടുത്താണ്. പക്ഷെ ആദ്യത്തെ 5 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞു. അപ്പൊ പിന്നെ നമുക്ക് ആ ട്രേഡ് ഒരിക്കലും കിട്ടില്ല. നമ്മൾ ഇനി നോക്കേണ്ടത് ഇനി വീണ്ടും മാർക്കറ്റ് ആ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തിരിയാന്നുള്ളൊരു സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് പരിഗണിക്കാം. വീണ്ടും 30 മിനിറ്റ്സിലേക്ക് ആക്കിയിട്ട് നമുക്ക് ആ സപ്പോർട്ടിന്റെയും കൂടി ബലം ഒന്ന് പരിശോധിക്കാം. ഒരു സപ്പോർട്ട് ഏറ്റവും സ്ട്രോങ്ങർ ആവുന്നത് 3-4 ഘടകങ്ങൾ കൊണ്ടാണ്. ഒന്ന് ബൗൺസ് ഡിസ്റ്റൻസ്, അപ്രോച്ച് ഡിസ്റ്റൻസ്. ജസ്റ്റ് നിങ്ങൾ അത്രയും വെറുതെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. വലിയ കാര്യം ഒട്ടൊന്നും എഴുതി തിയറി ആയിട്ട് പഠിക്കണ്ട, പറയുന്നതെന്ന് മാത്രം. ചിലപ്പോ വളരെ കൂടുതൽ ആൾക്കാർക്ക് അത് ഉപകരിക്കാറുണ്ട് ആ ഒരു കോൺസെപ്റ്റ്. അതായത് ഒരു സപ്പോർട്ട് ഏറ്റവും സ്ട്രോങ്ങർ ആവുന്നത് 4 ഘടകങ്ങൾ കൊണ്ടാണ്. ഒന്ന് അപ്രോച്ച് ഡിസ്റ്റൻസ്, അതായത് എത്ര അകലെ നിന്ന് അത് അപ്രോച്ച് ചെയ്യുന്നു. 2 ബൗൺസ് ഡിസ്റ്റൻസ്, അതായത് എത്ര അകലേക്ക് മാർക്കറ്റിനെ മൂവ് ചെയ്യാൻ പറ്റി, അതായത് ആ ഒരു സപ്പോർട്ടിൽ നിന്ന് എത്ര അകലേക്ക് പമ്പ് ചെയ്ത് കയറി. ഒന്ന് ബൗൺസ് സ്പീഡ്, അതായത് എത്ര സ്പീഡിലാണ് മാർക്കറ്റ് അങ്ങോട്ട് പോയത്. മനസ്സിലായോ? അപ്പൊ അത് റെസിസ്റ്റൻസിന്റെ കേസിലാണെങ്കിൽ എത്ര സ്പീഡിലാണ് മാർക്കറ്റ് അവിടെ നിന്ന് തട്ടിത്തെറിച്ചത്. ഇനി അതിൽ ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറയുന്നതാണ് ഫ്രീക്വൻസി, അതായത് എത്ര പ്രാവശ്യം മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ റെസ്പെക്റ്റഡ് ആയിട്ടുണ്ട്. 1, 2 റീസെന്റ് അല്ലെ, 2-3 പ്രാവശ്യം. അപ്പൊ അധികം ബാക്കിലേക്ക് പോകുന്നതിൽ അർത്ഥമില്ല. മറ്റൊരു ഘടകം എന്ന് പറയുന്നത് റീസൻസി തന്നെയാണ്. റീസൻസി എന്ന് പറഞ്ഞാൽ എത്ര അടുത്താണ് അത് റെസ്പെക്റ്റഡ് ആയിട്ടുള്ളത്. ഇപ്പൊ ഈ ഒരു റെസിസ്റ്റൻസിനെ സംബന്ധിച്ചിടത്തോളം അതിന് നല്ല റീസൻസി ഉണ്ട് അല്ലെ, തൊട്ടടുത്താണ് അതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ഈ ഒരു സപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം റീസൻസി ഇല്ല, ഫ്രീക്വൻസി ഉണ്ട്. 2-3 പ്രാവശ്യമൊക്കെ അവിടെ മാർക്കറ്റ് തട്ടിത്തെറിച്ചിട്ടുണ്ട് ആ ഒരു ലെവലില്. പക്ഷെ റീസൻസി, അതായത് അടുത്ത് സംഭവിച്ചിട്ടില്ല. അടുത്ത് എന്താണ് ഉണ്ടായത്? അടുത്ത് അതിനെ ബ്രേക്ക് ചെയ്ത് കയറാണ് ഉണ്ടായത് അല്ലെ. അപ്പോ ഇത്രയും ഘടകങ്ങളാണ് ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ നിർണ്ണയിക്കുന്നത്. അപ്പൊ ആ ഇംഗ്ലീഷ് വേർഡ്സുകളൊക്കെ കുറച്ച് കോംപ്ലക്സ് ആയേക്കാം. ജസ്റ്റ് ഒന്ന് ആ കോമൺ സെൻസ് ആലോചിച്ചാൽ മതി. അതായത് നമുക്കൊരു റെസിസ്റ്റൻസിനെ മാറ്റി നിർത്തി സപ്പോർട്ട് മാത്രം ഒന്ന് ചിന്തിക്കാം, സങ്കല്പിക്കാം. എത്ര അകലേന്നാണ് പ്രൈസ് ആ സപ്പോർട്ടിലേക്ക് വന്നത് അല്ലെ, അതിനെയാണ് അപ്രോച്ച് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. എത്ര അകലേക്കാണ് പ്രൈസ് ആ സപ്പോർട്ടിൽ നിന്ന് കയറിപ്പോയത്, അതിനെയാണ് ബൗൺസ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം, ബൗൺസ് ഡിസ്റ്റൻസും ഉണ്ട്, ബൗൺസ് സ്പീഡും ഉണ്ട്. അപ്പൊ വന്നത് എത്ര സ്പീഡിലാണെന്നുള്ളത് വിഷയമാണ്, കയറിപ്പോയത് എത്ര സ്പീഡിലാണെന്നുള്ളത് വിഷയമാണ്. അതായത് ബൗൺസ് സ്പീഡ്, ആ പ്രൈസ് ആ ലെവലില് വമ്പൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് ഉണ്ടെങ്കിൽ, ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് ഉണ്ടെങ്കിൽ അത് നല്ല സ്പീഡിൽ കയറി. അപ്പൊ വന്നത് എത്ര സ്പീഡിലാണെന്നുള്ളതിന് പ്രയോറിറ്റി കൊടുക്കണ്ട, ഇമ്പോർട്ടൻസ് ഇല്ല. എത്ര സ്പീഡിലാണ് പോയത്, അതായത് മാർക്കറ്റ് എന്താ പറയുക, കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽസ് കൊണ്ട് മൂവ് ചെയ്യാം അല്ലെ, കടകടാന്ന് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇമ്പൾസ് എന്നൊക്കെ പറയുന്നത്. ഇമ്പൾസ് അല്ലെങ്കിൽ ഇമ്പൾസീവ് മൂവ്, മെയിൻ മാർക്കറ്റിന്റെ ഡയറക്ഷനിലേക്കുള്ള മൂവ് ആണെങ്കിലും ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ വേഗത. അപ്പോ എത്ര സ്പീഡിലാണ് ബൗൺസ് ചെയ്തത്, ബൗൺസ് ചെയ്തു. ഇപ്പൊ ഒരു പന്ത് താഴത്തേക്ക് ഇടുമ്പോൾ അത് ആ ഫ്ലോറിൽ നിന്നിട്ട് എത്ര സ്പീഡിലാണ് ബൗൺസ് ചെയ്തതെന്ന് പറയില്ല, ബൗൺസ് സ്പീഡ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഏറ്റവും 2 ഇമ്പോർട്ടന്റ് ഘടകങ്ങൾ ഞാൻ ഏറ്റവും അവസാനമാണ് പറഞ്ഞത്. എന്തൊക്കെയാണ്? എത്ര ഫ്രീക്വൻസി. യെസ്, ഫ്രീക്വൻസി പ്ലസ് വീണ്ടും ഒരു സി വെച്ച് അവസാനിക്കുന്ന വേർഡ് റീസൻസി. റീസൻസി, ഫ്രീക്വൻസി, അതായത് അത് രണ്ടാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. എത്ര പ്രാവശ്യം റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്, അത് ഒരുപാട് പഴക്കം ചെന്നത് വീര്യം കുറയും, ഏറ്റവും റീസെന്റ് ആയിട്ടുള്ളത് വീര്യം കൂടും. ഇത്രയും നമ്മള് എത്ര ബാക്കിലേക്കുള്ള നോക്കണം, എത്ര ബാക്കിലുള്ള ഫ്രീക്വൻസി നോക്കണം? ബാക്കിലേക്കുന്നില്ല. ഇപ്പൊ നമ്മളൊരു 5 മിനിറ്റ്സിന്റെ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ
തൊട്ടടുത്തൊക്കെയാണ് അത് റെസ്പെക്ട് ചെയ്തേക്കണേ, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയേക്കണമെന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ മൂല്യം കൊടുക്കാം. ആ ഒരു സപ്പോർട്ടിന് കൂടുതൽ മൂല്യം കൊടുക്കാം. കുറച്ച് ബാക്കിലൊക്കെ അത് പണ്ട് റെസ്പെക്ട് ആയിട്ടുണ്ട്, ഇപ്പൊ ഈ അടുത്തൊന്നും അല്ല. അതിനുശേഷം അത് ഈ അടുത്തൊന്നും സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ടില്ലെങ്കിൽ കുറച്ച് ഇമ്പോർട്ടൻസ് കുറച്ച് കൊടുക്കാം. അങ്ങനെ അപ്പൊ ഇത് ഇന്ന് നല്ലൊരു എക്സാമ്പിൾ ആണ്. കാരണം ഇപ്പൊ ഈ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നല്ല റീസൻസി ഉണ്ട് അല്ലെ, നല്ല റീസൻസി ഉണ്ട്. അപ്പൊ അത് കുറച്ചുകൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിരിക്കും. സപ്പോർട്ട് എന്ന് പറയുന്നത് റീസൻസി ഇല്ല, ആ ഒരു കുറവുണ്ട്. അപ്പൊ അത് അത്ര സ്ട്രോങ്ങർ അല്ല. ഫ്രീക്വൻസി ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ടെങ്കിലും റീസൻസി ഇല്ല. ഇതിനും നമ്മൾ നോക്കുകയാണെങ്കിൽ 1, 2, 3 പ്രാവശ്യം തന്നെ ഇവിടെയും റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. 1, 2, 3 പ്രാവശ്യം ഏകദേശം ഇവിടെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് മുമ്പാണ്, 3, 4 എന്നൊക്കെ പറയാം അല്ലെ, ഇവിടെ ഉണ്ട് അല്ലെ. അപ്പൊ ഈ ഒറ്റ ലുക്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്നൊരു കാര്യമാണ് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് ഇപ്പൊ ഈ നിഫ്റ്റിയിൽ മാത്രമല്ല, ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സിലാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏറ്റവും ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യാന്നൊക്കെ പറയപ്പെടുന്നു. അപ്പോ നിഫ്റ്റിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് അല്ലെ. അപ്പൊ അതിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിന് ഉള്ളതെന്ന് ഈ ഒറ്റ ചിത്രത്തിൽ തന്നെ നമുക്ക് വ്യക്തമാവും അല്ലെ. അപ്പൊ നമ്മളെപ്പോഴും കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിക്കാൻ ശ്രമിക്കുക മാക്സിമം. ചാർട്ടിൽ പല ആൾക്കാരും പല ഫാക്ടേഴ്സുകൾ ഉണ്ടല്ലോ, ഇൻഡിക്കേറ്റേഴ്സ്, ട്രെൻഡ് ലൈൻസ്, അതുപോലുള്ള പല ഫാക്ടേഴ്സിൽ നമ്മളൊരു ലാർജ് സാമ്പിൾ സൈസ് അതെപ്പോഴും എക്സ്പീരിയൻസ് കൊണ്ടാണ് ഉണ്ടാവുള്ളൂ. നമ്മൾ ഡെയിലി ഇത് ഒബ്സർവ് ചെയ്താണ് നമുക്കത് കിട്ടാം. ഫിബനോച്ചി, ട്രെൻഡ് ലൈൻ, റൗണ്ട് നമ്പർ, ഇൻഡിക്കേറ്റേഴ്സ്, മൂവിങ് ആവറേജ്, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്, ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഓർഡർ ബ്ലോക്ക്, ഇതുപോലെ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് അല്ലെ ട്രേഡിങ്ങിൽ. അത് വർക്ക് ചെയ്യും, ഇത് വർക്ക് ചെയ്യും, അത് വർക്ക് ചെയ്യും തോന്നണില്ല, ഇത് വർക്ക് ചെയ്യും തോന്നണില്ല. അപ്പൊ അതിൽ ഏതൊക്കെയാണ് വർക്ക് ചെയ്യണത്, ഏതൊക്കെയാണ് വർക്ക് ചെയ്യാത്തതെന്ന് സത്യം പറഞ്ഞാൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു കണക്ക് ആരേലും ഇല്ല അല്ലെ. അത് ഓരോ ട്രേഡേഴ്സും കണ്ടെത്താണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഞാൻ പ്രത്യേകിച്ച് പ്രയോറിറ്റി കൊടുക്കുന്നത് നമുക്ക്, ഞാൻ വളരെ ലോജിക്കലായിട്ട് സ്വയം വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ നമ്മള് തൊട്ടറിഞ്ഞാലേ എന്താ പറയാ, ബൈബിളിലുണ്ടല്ലോ പത്രോസ, അതുപോലെയാണ്. അപ്പൊ ഞാൻ എപ്പോഴും ഈ ടെക്നിക്കൽ ഫാക്ടേഴ്സിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനാണ്. അപ്പോ ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണില്ല എന്ന് ചോദിച്ചാൽ ഇൻഡിക്കേറ്റേഴ്സിന് ഞാൻ പ്രത്യേകിച്ച്, അത് ഓരോരുത്തരുടെ പേഴ്സണൽ സ്റ്റൈലാണ് എന്ന് വിചാരിച്ച് ഇൻഡിക്കേറ്റേഴ്സ് വർക്ക് ചെയ്യില്ല എന്ന് എനിക്ക് തെളിയിക്കാൻ എളുപ്പമല്ല. അപ്പൊ ഇൻഡിക്കേറ്റേഴ്സിന് മാക്സിമം ലോ പ്രയോറിറ്റിയാണ് കൊടുക്കാറ്. എന്നാൽ ചില ഇൻഡിക്കേറ്റേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ ATR, അതൊരു മെഷറിംഗ് ടൂളാണ്. അപ്പോ പക്ഷെ നമുക്കൊരു ദിശ കാണിച്ചു തരുന്ന ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ സിഗ്നൽ തരുന്ന ഇൻഡിക്കേറ്റർ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി ലോ പ്രയോറിറ്റിയാണ്. നമുക്കറിയില്ല എന്നുള്ള തരത്തിൽ വർക്ക് ചെയ്തേക്കാം. പക്ഷെ ഇതൊക്കെ നമുക്ക് എല്ലാ ദിവസവും ദിനം പ്രതി നമുക്ക് കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതാണ് ഈ ഒരു നമ്മുടെ സ്ട്രാറ്റജിയുടെ കോർ എന്ന് പറയുന്നത്, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. അതുപോലെ തന്നെ ഫിബ് ലെവൽസ് തൊട്ട് റെക്കോർഡിംഗ് അല്ലേ? റെക്കോർഡിംഗ്. അപ്പൊ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഫിബ് ലെവൽസിനെ ഡിപ്പെൻഡ് ചെയ്യാം അല്ലെ. അപ്പൊ അത് ഓരോ സമയത്തും ഓരോന്നും നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യണതായിട്ട് തോന്നും. അപ്പൊ അതൊരിക്കലും കുറച്ച് സാമ്പിൾസ് കൊണ്ട് 5 or 10 സാമ്പിൾസ് കൊണ്ട് ഒരിക്കലും ഒന്നും വിലയിരുത്തരുത്. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഫിബ് ലെവൽസ് കാര്യമായിട്ടൊന്നും വർക്ക് ചെയ്തൊരു എക്സാമ്പിൾ ഈ ഒരു സീനിൽ കാണുന്നില്ല അല്ലെ. ഇപ്പൊ ഇവിടെ തുടങ്ങി ഇവിടം വരെ നമ്മൾ അളന്ന് നോക്കുകയാണെങ്കിലും, ഇവിടം തുടങ്ങി ഇവിടം വരെ നമ്മൾ അളന്ന് നോക്കുകയാണെങ്കിൽ ഒരു 78 അല്ലെ. അപ്പൊ ആ ഒരു 78% ഇവിടെയും വരുന്നുണ്ട്. അതല്ലാതെ വേറെ ഇവിടെ ഒന്നും മാർക്കറ്റ് വീണപ്പോ 61 or 78 വരെ കറക്റ്റ് റെസ്പെക്ട് ചെയ്തിട്ടുള്ള എക്സാമ്പിൾസ് ഇതിൽ കാണുന്നില്ല. ഓക്കെ, പക്ഷെ പലപ്പോഴും നമുക്ക് ഫിബ് ലെവൽസും കാര്യമായിട്ട് ഇതുപോലെ കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കുന്ന തരത്തിലൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തരത്തിൽ വർക്ക് ചെയ്യാറുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് റെസ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയാൽ മാത്രമാണ് അതൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ അത് 78 വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. പിന്നെ നമുക്ക് പിന്നെ റൗണ്ട് നമ്പേഴ്സ് എവിടെയാണ്? റൗണ്ട് നമ്പേഴ്സ് ഇവിടെ അടുത്ത് 24,500 കിടക്കുന്നത് മേലെയാണ്. അപ്പൊ അതിനിപ്പോ ഇനി പ്രയോറിറ്റി ഇല്ല, കാരണം ഇന്നത്തെ ഒരു ട്രേഡിംഗ് സെക്ഷനിൽ അതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. റൗണ്ട് നമ്പർ
അത് നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം, വെറുതെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് മാർക്ക് ചെയ്യാം. നമ്മുടെ ആ ഒരു സ്ട്രാറ്റജിയിലുള്ള ഘടകങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തു എന്ന് മാത്രം അല്ലെ. റൗണ്ട് നമ്പർ, ഫിബൊനാച്ചി, സപ്പോർട്ടഡ് ഡിസിഷൻസ്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അത് മാറി മാറി വരും. ഇപ്പോൾ റൗണ്ട് നമ്പർ 24,000 നിൽക്കുന്ന സമയത്താണെങ്കിൽ 24,000 കുറച്ച് മുൻതൂക്കം കൂടുതൽ കൊടുക്കാം. പക്ഷെ 500, 100ന്റെ ഗുണിതങ്ങളൊക്കെ ആകുമ്പോൾ കുറച്ച് നിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രയോറിറ്റി കുറച്ച് കൊടുക്കാം. നിഫ്റ്റിയിൽ ഓരോ 100ന്റെ ഗുണിതങ്ങളിലും വലിയ വ്യത്യാസം ഉണ്ടാവാറില്ല, വലിയ കാര്യമായിട്ട് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യാറില്ല. ചെറിയ വിലയുള്ള സ്റ്റോക്സുകൾ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ടാറ്റ സ്റ്റീൽ ഇതുപോലുള്ള സ്റ്റോക്സുകളിലൊക്കെ 100ന്റെ 10ന്റെ ഗുണിതങ്ങൾ വരെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. പക്ഷെ നമുക്ക് വലിയ നമ്പർ ആവും തോറും 500, 1000കളാണ് ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യുക. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ കീ ലെവൽസ് അല്ലെ. അപ്പൊ നമ്മൾ ഇനി പതിവ് പോലെ തന്നെ ഒരു പ്രൈസ് പോയിന്റ്, ഞാൻ ഈ ഒരു പ്രൈസ് പോയിന്റിനെ ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു പ്രൈസ് പോയിന്റിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു 4 ട്രേഡിംഗ് സെക്ഷൻസ്, കോമൺ ആയിട്ട് 4 ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പൊ പ്രൈസ് നിൽക്കുന്നതിന് മുകളിൽ 2 ഓപ്പർച്യൂണിറ്റി, ഇപ്പൊ പ്രൈസ് നിൽക്കുന്നതിന് താഴെ 2 ഓപ്പർച്യൂണിറ്റി അല്ലെ. ആ ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. അതെപ്പോഴും മറന്നു പോകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതങ്ങനെ തന്നെ സിംപ്ലിഫൈഡ് ആയിട്ട് ഓർത്ത് വെക്കുക. മുകളിൽ 2 ഓപ്പർച്യൂണിറ്റി, താഴെ 2 ഓപ്പർച്യൂണിറ്റി. മുകളിൽ ഒരു റിവേഴ്സൽ ഓപ്പർച്യൂണിറ്റി, ഒരു ബ്രേക്ക് ഔട്ട് ഓപ്പർച്യൂണിറ്റി. താഴെ ഒരു റിവേഴ്സൽ ഓപ്പർച്യൂണിറ്റി. റിവേഴ്സൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അത് താഴെയാണെങ്കിൽ അത് ബുള്ളിഷ് ആയിരിക്കും അല്ലെ. താഴെ ഇപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, താഴെ ഒരു ബുള്ളിഷ് റിവേഴ്സൽ ഓപ്പർച്യൂണിറ്റി, താഴെ ഒരു ബെയറിഷ് ബ്രേക്ക് ഔട്ട് ഓപ്പർച്യൂണിറ്റി. ഇത് നമുക്ക് ബെയറിഷ് ആയിട്ടും ഇത് നമുക്ക് ബുള്ളിഷ് ആയിട്ട് വരയ്ക്കാം അല്ലെ. ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയോ? വളരെ സിമ്പിൾ ആയിട്ട് വളച്ചൊടിച്ചലൊന്നും ഇല്ലാതെയാണ് വരച്ചേക്കുന്നത്. മുകളിൽ ആ റെസിസ്റ്റൻസിൽ എത്തിയിട്ട് തിരിക്കുന്ന സൂചന കിട്ടിയാൽ നമുക്ക് ഷോർട്ട് ചെയ്യാം. അതിനെ കൺസോൾഡേറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്താൽ നമ്മൾ ലോങ് ചെയ്യാം. താഴെ സപ്പോർട്ടിൽ എത്തിയിട്ട് തിരിക്കുന്ന ഒരു സൂചന കിട്ടിയാൽ നമ്മൾ ലോങ് ചെയ്യാം. അതിനെ കൺസോൾഡേറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്താൽ നമ്മൾ ഷോർട്ട് ചെയ്യാം. ഓക്കെ, ആ ഒരു കാര്യത്തിൽ ക്ലാരിറ്റി ആയോ അല്ലെ? എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ല ആ 4 ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണെന്നുള്ളത്? ഇനി നമ്മൾ നോക്കേണ്ടത് ഈ മുകളില് താഴെ ഇവിടെ എത്തിയിട്ട് എന്തൊക്കെ ട്രിഗേഴ്സ് കിട്ടിയാലാണ് നമുക്ക് ലോങ് ചെയ്യേണ്ടത്. ലോങ് ചെയ്യാന്ന് പറഞ്ഞാൽ കോൾ ഓപ്ഷൻ വാങ്ങുകയോ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുകയോ. അതുകൊണ്ടാണ് ഞാൻ ലോങ് ഷോർട്ട് എന്ന് എടുത്ത് പറയുന്നത്. അപ്പോ എന്തൊക്കെ ട്രിഗേഴ്സ് കിട്ടിയാലാണ് നമ്മൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്യുക? ആർക്കെങ്കിലും പറയാൻ പറ്റും? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ 3 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1, 2, 3. ആർക്കെങ്കിലും ഓർമ്മയില്ല? ഏതെങ്കിലും ഒരെണ്ണം ഓർമ്മയില്ല? താഴെ ആ സപ്പോർട്ടിൽ എത്തിയാൽ എന്തൊക്കെയാണ് നമുക്ക് ട്രിഗേഴ്സ് ആയിട്ട് കിട്ടാറ്? എന്തൊക്കെ ട്രിഗേഴ്സ് വേണം? ഒന്നില്ലെങ്കിൽ 1, അല്ലെങ്കിൽ 2, അല്ലെങ്കിൽ 3. 3 ട്രിഗേഴ്സ് ഉണ്ട്. അല്ലെ ഏതെങ്കിലും ഒരെണ്ണം കിട്ടണമെങ്കിൽ നമുക്ക് എൻ്റർ ചെയ്യാം. വോളിയം അല്ല, വോളി അല്ല. ഒന്ന് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ, 2 ഹൈക്കനാഷി കളർ ചേഞ്ച് അല്ലെങ്കിൽ എൻഗൾഫിംഗ്, 3 മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്. ഓർമ്മ വരുന്നുണ്ടോ? ഒന്ന് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ. കാൻഡിൽ സ്റ്റിക് പാറ്റേൺ കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമ്മൾ പഠിച്ചൊരു കാൻഡിൽ സ്റ്റിക് പാറ്റേൺ അവിടെ എത്തിയിട്ട് കിട്ടിയാൽ ഇറ്റ്സ് ഓക്കെ. ഫോർ എക്സാമ്പിൾ മോർണിംഗ് സ്റ്റാറോ ബുള്ളിഷ് എൻഗൾഫിങ്ങോ, അത് 5 മിനിറ്റിലാണ് നമ്മൾ നോക്കേണ്ടത്. 5 മിനിറ്റ്. ഓക്കെ. 2 ഹൈക്കനാഷി എൻഗൾഫിംഗ്, അതായത് ഹൈക്കനാഷി കളർ ഗ്രീൻ ആവാം, അതുപോലെ എൻഗൾഫ് ചെയ്യാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഒരു കേസിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ തിരിച്ചു എന്ന് ഉറപ്പ് വരുത്തുന്നത് ഈ ഒരു ഹൈക്കനാഷിയുടെ കളർ ചേഞ്ച് ആണ്. പക്ഷെ ഒരു ചെറിയ കാൻഡില്, ഒരു ഹൈഫൺ പോലെയുള്ള കാൻഡിലോ ചെറിയ കാൻഡിലോ കിട്ടുകയാണെങ്കിൽ ചാടി കയറി എടുക്കരുത്, ഒന്ന് വെയിറ്റ് ചെയ്യുക.
ലാസ്റ്റ് താഴേക്ക് വന്ന ഒരു ബോഡിയുള്ള ക്യാൻഡിൽ, ഇത് ഹൈഫൺ പോലെയുള്ള ഒരു ക്യാൻഡിൽ ആണെന്ന് വിചാരിച്ചു. ഏറ്റവും അവസാനത്തെ റെഡ് ബോഡി ഇല്ല, ഒരു ഹൈഫൺ പോലെയാണെന്ന് വിചാരിച്ചു, വളരെ ചെറുതാണെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് തൊട്ട് മുമ്പത്തെ ക്യാൻഡിൽ ഒരു സ്റ്റാൻഡേർഡ് ബോഡിയുള്ള ഒരു ക്യാൻഡിൽ, അതിന് മേലേക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്യണം. അതായത് അത് സംഭവിച്ചിരിക്കുന്നത് ഈ ക്യാൻഡിലല്ല, ഈ ക്യാൻഡിലാണ്. അപ്പൊ മാത്രം നമ്മൾ ബൈ ചെയ്യുക. ഒരിക്കലും ഏർലി ബൈ ചെയ്യരുത്. കാരണം താഴേക്ക് പോണ കത്തി പിടിക്കുന്ന പോലെയാണ് റിവേഴ്സൽ ട്രേഡിംഗ് എന്നാണ് പറയാം. അതായത് നമ്മൾ മാർക്കറ്റ് തിരിച്ചതിന് ശേഷം മാത്രമേ കൺഫേം ചെയ്യാവൂ. ഫോർ എക്സാമ്പിൾ, ഇങ്ങനെയാണ് മാർക്കറ്റ് താഴേക്ക് വരുന്നത് വിചാരിച്ചു, ഈ റെഡ് കാൻഡിൽസ് അല്ലെ. അപ്പോൾ ഈ ക്യാൻഡില് ഈ അതിനു മുമ്പുള്ള റെഡ് ക്യാൻഡിലിനെ എൻഗൾഫ് ചെയ്തിട്ടില്ല. ഈ രണ്ടാമത്തെ ഗ്രീൻ ക്യാൻഡിലും അതിനു മുമ്പുള്ള റെഡ് ക്യാൻഡിലിനെ എൻഗൾഫ് ചെയ്തിട്ടില്ല. മൂന്നാമത്തെ ഗ്രീൻ ക്യാൻഡിൽ ആണ് എൻഗൾഫ് ചെയ്തത്. ഓക്കെ, ഈ എക്സാമ്പിളിൽ ഓൾറെഡി ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ആ താഴേക്ക് വന്ന ബോഡിയുള്ള ക്യാൻഡിലിനെ എൻഗൾഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2-3 സിനാറിയോസ് വന്നേക്കാം. ഒന്ന് ഹൈഫൺ പോലെയുള്ള ക്യാൻഡിൽ വന്നാൽ അതിന് തൊട്ട് മുമ്പത്തെ ക്യാൻഡിൽ നോക്കുക, ഡിപ്പെൻഡ് ചെയ്യാം. 2, ഇതുപോലെ ഒരു വലിയ ഇൻസൈഡർ ക്യാൻഡിൽ വന്നാൽ എടുക്കരുത്. അതിന്റെ മുകളിലേക്ക് മാർക്കറ്റ് തിരിക്കുമ്പോൾ മാത്രം, അതായത് ക്ലോസ് ചെയ്താൽ മാത്രമാണ്. അതായത് ഈ ബോഡിയുള്ള റെഡ് ക്യാൻഡിലിന്റെ ഓപ്പൺ, അതായത് ഓപ്പൺ മുകളിലല്ലേ, ക്ലോസ് ഗ്രീൻ ക്യാൻഡിലിന്റെ ക്ലോസ് മുകളിലാണ് അല്ലെ. അപ്പൊ അതിന്റെ മേലെ ഒന്ന് വരയ്ക്കാം. ഇതിന്റെ മേലെ ഒരു ഗ്രീൻ ക്യാൻഡിലിന്റെ ക്ലോസ് കിട്ടിയാൽ മാത്രമേ നമ്മൾ ബൈ ചെയ്യാവൂ. സാർ ഇപ്പൊ കാണിച്ചിരിക്കുന്ന ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ, അത് മുകളിലേക്ക് അതിന് ഇതില്ലല്ലോ, എന്താ പറയാ, അതിന്റെ ശരിക്കും ബുള്ളിഷ് വിക്കില്ലാത്തതിനൊക്കെ ഉണ്ട്. ശരിക്കും ഒരു ബുള്ളിഷ് തന്നെയല്ലേ ശരിക്കും. ഗ്രീൻ റെഡ് കളർ ആണെങ്കിലും കളറിനല്ലല്ലോ ഇമ്പോർട്ടന്റ്, കളറിനാണ് ഇമ്പോർട്ടന്റ്. പക്ഷെ ആ റെഡ് ആണെങ്കിലും ശരിക്കും ഒരു ബുള്ളിഷ് തന്നെയല്ലേ കാണിക്കുന്നത്. കാരണം അതിന്റെ താഴെ ഒരു പൊക്കിയ മോഡലല്ല, അതായത് താഴേക്ക് അതിന് വിക്കുണ്ട്, മുകളിലേക്ക് വിക്കില്ലല്ലോ. അപ്പൊ താഴെ ഒരു ബൈ ചെയ്ത ആൾക്കാർ മേലോട്ട് പ്രഷർ ചെയ്ത് കൊണ്ടുപോകുന്ന പോലെയല്ലേ? ഇല്ല, അതൊക്കെ ക്യാൻഡിൽ സ്റ്റിക്കിലാണ്. ഹൈക്കനാഷിയിൽ അങ്ങനെയുള്ള മീനിങ് ഒന്നുമില്ല. അല്ല, ക്യാൻഡിലിന്റെ ഞാൻ ചോദിച്ചേ. ഇത് ഹൈക്കനാഷി ചാർട്ട് അല്ലേ, ഇത് ക്യാൻഡിൽസ് ആയിട്ട് ഒരു ബന്ധമില്ലല്ലോ. ക്യാൻഡിൽസിന്റെ ആണ് വിക്കിന് പ്രസക്തിയുള്ളൂ. ഈ ഹൈക്കനാഷിയുടെ ഓപ്പണും ഹൈയും ലോയും ക്ലോസും ഒക്കെ ആ ക്യാൻഡിലിന്റെ അതിന് മുമ്പത്തെ ക്യാൻഡിലിന്റെ ആവറേജ് പ്രൈസുകളാണ് വരുന്നത്. അപ്പൊ കൃത്യമായിട്ട് പ്രൈസ് ക്ലോസ് ചെയ്ത പ്രൈസ് അല്ല വരുന്നത്, ഓപ്പൺ ചെയ്തോ ഹൈയോ ലോയോ ഒന്നും അല്ല വരുന്നത്. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് കളർ ചേഞ്ച് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കളർ ചേഞ്ച് ക്യാൻഡിലാണെന്നുണ്ടെങ്കിൽ റെഡ് കളർ ആണെങ്കിലും അതൊരു ശരിക്കും ബുള്ളിഷ് തന്നെയല്ലേ? റെഡ് ക്യാൻഡിൽ ആണെങ്കിലും ബുള്ളിഷ് ആണ്. അത് ഇത്ര ബോഡിയുള്ള ക്യാൻഡിൽ അല്ല. ഹാങ്ങിങ് മാൻ എന്ന് പറയുന്ന ക്യാൻഡിൽ, ഹാമർ പോലത്തെ, ഹാമർ പോലത്തെ റെഡ് ഹാമർ, അത് ബുള്ളിഷ് ആണ്. അപ്പൊ നമ്മൾ ഈ കാൻഡിൽസ്റ്റിക് പാറ്റേൺസ് ഒന്നും ഹൈക്കനാഷിയിൽ നോക്കരുത്. ഇവിടെ കളർ ചേഞ്ച് മാത്രമാണ് നോക്കാം. അപ്പോ ഇവിടെ നമ്മൾ ബുള്ളിഷ് എൻഗൾഫിംഗ് പഠിച്ച പോലെ തന്നെ ഹൈക്കനാഷി എൻഗൾഫിംഗ് കിട്ടിയാലാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. അതായത് ഒരു റെഡ് ക്യാൻഡിലിന്റെ ഓപ്പണിന്റെ മേലെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ആവും. ഇവിടെ അത് കിട്ടിയിട്ടുണ്ട് അല്ലെ. ഞാനൊന്നുകൂടി ഇവിടെ വരയ്ക്കാം. ഇവിടെ ഈ റെഡ് ക്യാൻഡിലിന്റെ ഓപ്പണിന്റെ മേലെ ഇവിടെ ഇത് ക്ലോസ് ആവും. ഇനി അതൊരു വളരെ ചെറിയ ക്യാൻഡിൽ ആണെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള ക്യാൻഡിൽ ഡിപ്പെൻഡ് ചെയ്യാം. ഇത് വളരെ ചെറിയ ഹൈഫൺ പോലെയുള്ള ക്യാൻഡിൽ ആണെങ്കിൽ തൊട്ട് മുമ്പുള്ള ക്യാൻഡിൽ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു നല്ല തിരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ട്രേഡ് എടുക്കാവൂ. താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം അതിൽ എൻട്രി ചെയ്യാൻ. ഒരു കൺഫർമേഷൻ കിട്ടിയിട്ട് വേണം എൻട്രി ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ സാധാരണ പോലെ തന്നെ കാൻഡിൽസ്റ്റിക് പാറ്റേൺ നോക്കിയാൽ മതി അല്ലെ. കാൻഡിൽസ്റ്റിക് പാറ്റേൺ നമ്മൾ പഠിച്ച കാൻഡിൽസ്റ്റിക് പാറ്റേൺ വല്ലതും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് എടുക്കാം. 5 മിനിറ്റിലാണ് നോക്കേണ്ടത്. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ കാൻഡിൽസ്റ്റിക് പാറ്റേൺ ഉണ്ട് അല്ലെ. ഈ ഒരു സപ്പോർട്ടിൽ കറക്റ്റ് എത്തിയപ്പോ, ഇത് മുമ്പത്തെ ഒരു സപ്പോർട്ടാണ്, ആ സപ്പോർട്ടിൽ കറക്റ്റ് എത്തിയപ്പോ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് വന്നു അല്ലെ. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഹൈക്കനാഷിനെ ഡിപ്പെൻഡ് ചെയ്യാം. ഓക്കെ, പിന്നെ മൂന്നാമത്തെ ട്രിഗർ എന്താണ്? മൂന്നാമത്തെ ട്രിഗർ എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആണ്. മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതുപോലെ ഇരിക്കും. ഒരു ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതുപോലെ ഇരിക്കും. അതായത് മുകളിലേക്ക് പോകുമ്പോൾ ഏറ്റവും അവസാനം ഉണ്ടാക്കിയ ലോയുടെ താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് ആവും. അതാണ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്, ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്. അപ്പൊ അത് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. ഒരു അപ് ട്രെൻഡിൽ ഏറ്റവും അവസാനം ഉണ്ടാക്കിയ ലോയുടെ താഴെ ക്ലോസ് ആവുന്നതിനെയാണ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ?
ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആണെങ്കിലോ നമുക്കിനി ഇത് നാലും ഒന്ന് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, ഇതിന്റെ ആക്ച്വൽ ഫോംസുകൾ ഒന്ന് വരച്ചിടാം. അപ്പൊ ഇത് മാറ്റാം. ഓക്കെ, മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ട് എങ്ങനെയാണ് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുക? മുകളിലേക്ക് പോകുമ്പോൾ ഹയർ ഹൈ ഹയർ ലോ ആയിട്ടാണ് പോവുക അല്ലെ? അപ്പൊ അവസാനം ഉണ്ടാക്കിയ ലോടെ താഴേക്ക് ബ്രേക്ക് ചെയ്താലാണ് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആവുന്നത്. അപ്പൊ തന്നെ നമ്മൾ ഷോർട്ട് ചെയ്യരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ 61% മുകളിലേക്ക് കയറുമ്പോൾ ഒരു അലേർട്ട് വെക്കുക. ഫിബ് 61 അളന്നിട്ട് ഒരു അലേർട്ട് വെക്കുക. അവിടെയാണ് നമ്മൾ ഷോർട്ട് ചെയ്യേണ്ടത്. അവിടെയാണ് നമ്മളുടെ ഓപ്പർച്യൂണിറ്റി അല്ലെ? എന്തായാലേ നമുക്ക് നല്ല റിസ്ക് റിവാർഡ് കിട്ടുള്ളൂ. എത്ര? ഫോർ എക്സാമ്പിൾ 1:2. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ബുള്ളിഷ് സിനാരിയോനെ ഒന്ന് മാറ്റി വരയ്ക്കാം. ഇവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ഇത് വരച്ചെങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? നമ്മൾ എന്ത് വേണം? മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മിനിമം നമുക്ക് 2 റിജക്ഷൻ എങ്കിലും കിട്ടണം. 1, 2 അല്ലെ? 2 സ്മോൾ റിജക്ഷൻ കിട്ടിയിട്ട് ബ്രേക്ക് ആയാലാണ് നമ്മൾ കോൾ സൈഡിലേക്ക് ട്രേഡ് എടുക്കാവും. നേരെ ക്ലോസ് ചെയ്ത് പോയാൽ ട്രേഡ് എടുക്കുക. അപ്പൊ ഓൾറെഡി അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെവലാണെങ്കിൽ, ഓൾറെഡി 2ഉം 3ഉം പ്രാവശ്യം മുമ്പ് തൊട്ടടുത്ത് റെസ്പെക്ട് ചെയ്ത ഒരു ലെവലാണെങ്കിൽ ഒരു റിജക്ഷൻ ആയാലും മതി. ഒരു പ്രാവശ്യം മാത്രം സപ്പോർട്ട് ആയിട്ടുള്ള ലെവലാണെങ്കിൽ, ഇവിടെ ഒരു പ്രാവശ്യം മാത്രമല്ല സപ്പോർട്ട് ആയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് 2 റിജക്ഷൻ വേണം. ഒരു റിജക്ഷൻ പോരാ. ഇവിടുന്ന് മാർക്കറ്റ് വന്നു, ഇവിടുന്ന് കുറച്ച് ബയേഴ്സ് വന്നു, വീണ്ടും മാർക്കറ്റ് ഇവിടെ എത്തിയപ്പോൾ വീണ്ടും ബയേഴ്സ് വരുന്നു. പക്ഷെ അവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല, മാർക്കറ്റ് താഴേക്ക് ബ്രേക്ക് ആവുന്നു. ഇത് സംഭവിക്കും. അപ്പൊ മുകളിലേക്കാണെങ്കിൽ ഇവിടെ ഒറ്റ പ്രാവശ്യം ബ്രേക്ക് ആയാൽ മതി. കാരണം എന്താ? ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലാണ്. ഇവിടെ ഓൾറെഡി 1, 2, 3 ടൈംസ് ടെസ്റ്റ് ചെയ്ത ലെവലാണ്. അപ്പൊ ടെക്നിക്കൽ അനാലിസിസിന്റെ വലിയൊരു പ്രിൻസിപ്പിൾ ആണ്, മോർ ടൈംസ് മാർക്കറ്റ് ടെസ്റ്റ് എ ലെവൽ ദ പവർഫുൾ ഇറ്റ് ബ്രേക്ക്. എത്ര പ്രാവശ്യം മാർക്കറ്റ് ഒരു ലെവലിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അത്രയും പവർഫുൾ ആയിട്ട് അത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതാണ് എല്ലാ ബ്രേക്ക് ഔട്ട് ട്രേഡ് ഓപ്പർച്യൂണിറ്റികളുടെയും പിന്നിലുള്ള പ്രിൻസിപ്പിൾ. അതായത് ഫോർ എക്സാമ്പിൾ ഇൻവെർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ, അല്ലെങ്കിൽ അസെൻഡിങ് ട്രയാങ്കിൾ 1, 2, 3, 4 അല്ലെ? ഇവിടെ 3 പ്രാവശ്യം മാർക്കറ്റ് ഈ ലെവലിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദ മോർ ടൈംസ് മാർക്കറ്റ് ടെസ്റ്റ് എ ലെവൽ ദ മോർ പവർഫുൾ ഇറ്റ് ബ്രേക്സ്. അതാണ് ഒരു ടെക്നിക്കൽ അനാലിസിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു പ്രാവശ്യം മാത്രമേ സപ്പോർട്ട് എടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഒരുപാട് നാളുകൾക്ക് മുമ്പാണ്. അതിന് ഇമ്പോർട്ടൻസ് കുറച്ച് കുറവാണ്. അപ്പൊ നമുക്ക് ഇവിടെ 2 പ്രാവശ്യമെങ്കിലും ഇനി ടെസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പൊ 3 നല്ലൊരു എമൗണ്ട് ആണ്. 3 പ്രാവശ്യം മാർക്കറ്റ് ഒരു ലെവലിനെ ടെസ്റ്റ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആണ്. 4 ആയാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഇവിടേക്ക് മാർക്കറ്റ് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയാൽ നമുക്ക് പുട്ട് ഓപ്ഷൻ വാങ്ങാം. ഇവിടെ ഒരു പ്രാവശ്യമെങ്കിലും ടെസ്റ്റ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്താൽ നമുക്ക് കോൾ ഓപ്ഷൻ വാങ്ങാം. നേരിട്ട് ക്ലോസ് ചെയ്യുമ്പോൾ കോൾ ഓപ്ഷൻ വാങ്ങണോണ്ട് കുഴപ്പമില്ല, കാരണം അത്ര നല്ല ലെവലാണത്. പക്ഷെ എപ്പോഴും നമ്മൾ ട്രേഡിങ്ങിന്റെ എണ്ണം കുറയ്ക്കാൻ നോക്കുക, ക്വാളിറ്റി കൂട്ടാൻ നോക്കുക. അപ്പൊ ഒരു പ്രാവശ്യമെങ്കിലും മിനിമം ആ ഒരു സപ്പോർട്ടിലെത്തിയിട്ട് താഴത്തേക്ക് വന്നിട്ട് അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ മാത്രം കോൾ ഓപ്ഷൻ വാങ്ങാം. ഇനി ഇതൊന്ന് മാറ്റി വരയ്ക്കാം അല്ലെ? ഇതൊന്നും മാറ്റി വരയ്ക്കാം. ഇവിടെ ഇങ്ങനെ വന്നിട്ട് നേരെ തിരിക്കുമ്പോൾ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആവുന്നില്ല. മാർക്കറ്റ് താഴേക്ക് ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ആയിട്ട് തന്നെ വരണം. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു മൂവ് ആണ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്. അവസാനം ഉണ്ടാക്കിയ ലോവർ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് MSS എന്ന് പറയുന്നത്. അതിനുശേഷം ഫിബൊനാച്ചി 61 ഒരു ഓർഡർ ഇട്ടിട്ടാണ് നമ്മൾ വാങ്ങുന്നത്. ഒരു അലേർട്ട് വെച്ചിട്ടാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പൊ ഇത് ബുള്ളിഷാണ്. ഇത് ബൈ ചെയ്യാറുള്ളതാണ്, ലോങ് ചെയ്യാറുള്ളതാണ്. അപ്പൊ നമുക്കിവിടെ ഒരു ലോങ് പൊസിഷൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യാം. കൃത്യം അവിടെ നിന്ന് ആവണമെന്നില്ല കിട്ടുക, അങ്ങോട്ട് സ്ഥലം അങ്ങോട്ടൊക്കെ മാറാം. 1:2. ഇവിടെ നിന്ന് ഒരു ബുള്ളിഷ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 1:2. ഇപ്പൊ എവിടെ നിന്നാണോ ബ്രേക്ക് ചെയ്യണത്, ഇപ്പൊ ഇവിടെ നിന്നാണ് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എപ്പോഴും ആ ലാസ്റ്റ് റിജക്ഷൻ താഴെയായിരിക്കും. 1:2. അതുപോലെ തന്നെ ഈ ഷോർട്ട് ഓപ്പർച്യൂണിറ്റി ഇവിടെ നിന്നും ഉണ്ട് അല്ലെ?
അപ്പൊ അവസാനമായിട്ട് 2 പ്രാവശ്യം റീടെസ്റ്റ് ചെയ്തതിന്റെ മേലെ 2 പ്രാവശ്യം റീടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മേലെ ഇരിക്കണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് 1:2. ഒരു 10. എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ് കേട്ടോ, ഒന്ന് വെയിറ്റ് ചെയ്യേ. ഓക്കെ, ഒരു 10:45 ഫ്ലോർ ട്രേഡിംഗ് ഉണ്ടായിരുന്നു. ആളെടുത്ത് ഉച്ചയ്ക്ക് വെയിറ്റ് ചെയ്യാൻ പറയാൻ പറ്റും, മറ്റേ ഫ്ലോറിൽ കയറിയിട്ട്. അങ്ങനെ 2 മണിക്കൊക്കെ ആണെങ്കിൽ സുഖമായി, കുറച്ചു നേരം കൂടുതൽ ഇരിക്കാം, അല്ലെങ്കിൽ അന്നത്തെ ട്രേഡിങ് നടക്കില്ല. അപ്പൊ അവരുടെ കൂടെ കയറിപ്പോകാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ വന്നിട്ട് അവിടെ എല്ലാവരും കൂടി ഒരുമിച്ച് ട്രേഡ് എടുത്തിട്ട് പിന്നെ ആളുടെ പേഴ്സണൽ ഡൗട്ട്സുകളൊക്കെ നമുക്ക് 2 മണിക്ക് ഇരിക്കാം. ശരി, ഓക്കെ. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? അല്ലെ? അപ്പോ നമുക്ക് എങ്ങനെ ഈ ഒരു 4 ട്രേഡിംഗ് സെറ്റപ്പിലേക്ക് എത്തിച്ചേരാന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയില്ലേ? അപ്പൊ നമ്മളിപ്പോ പ്രൈസ് നിൽക്കുന്നതിന്റെ മുകളിൽ 2 ഓപ്പർച്യൂണിറ്റി, താഴെ 2 ഓപ്പർച്യൂണിറ്റി, അങ്ങനെ കാണും. അപ്പൊ നിങ്ങൾക്ക് സ്വയം തന്നെ പിറ്റേ ദിവസവും ഇത് നോക്കി വരയ്ക്കേണ്ട കാര്യമില്ല. ഇപ്പൊ പ്രൈസ് നിൽക്കുന്നതിന് മുകളിലുള്ള കീ ലെവലിനെ ബേസ് ചെയ്ത് 2 ട്രേഡിംഗ് ഉണ്ടാവും. 2 ട്രേഡിംഗ് കോണ്ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടാവും. അതിലൊന്ന് റിവേഴ്സിൽ ഇത് ബ്രേക്ക് ഔട്ട്. ഇപ്പൊ പ്രൈസ് നിൽക്കുന്നതിന് താഴെ 2 ട്രേഡിംഗ് സാധ്യതകളുണ്ട്. അതിലൊന്ന് റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലോ, മാർക്കറ്റ് ഇവിടെ നിന്ന് വന്നിട്ട് ഇങ്ങനെ റിവേഴ്സ് ചെയ്ത് പോകുമ്പോൾ അതിൽ കയറി കൂടുന്നതിനാണ് റിവേഴ്സൽ ട്രേഡ് എന്ന് പറയുന്നത്. മാർക്കറ്റ് ഇങ്ങനെ പോയിട്ട് താഴത്തേക്ക് തിരിക്കുമ്പോൾ കയറി കൂടുന്നതിനെയാണ് റിവേഴ്സൽ ട്രേഡ് എന്ന് പറയുന്നത്. പിന്നെ ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഒരു ലെവലിൽ ഹിറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്യും. ക്ലിയർ അല്ലേ? കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ആയോ? കഴിഞ്ഞ ദിവസത്തെക്കാളും കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്നാലും നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെയാണ്. വീണ്ടും മറ്റൊരു ലാംഗ്വേജിൽ സെയിം സബ്ജക്ട് തന്നെ മറ്റൊരു ലാംഗ്വേജിൽ കണ്ടുവന്നുള്ളൂ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടാവും? എങ്ങനെയാണ്? വീണ്ടും ഒരു ക്വിക്ക് സമ്മറി റിവിഷൻ വേണോ, അതോ നല്ലൊരു ക്ലാരിറ്റി ആയോ? വിപിൻ ചന്ദ്രൻ സർ ഒന്ന് സ്പീഡില് ഒന്ന് ഒറ്റ മിനിറ്റ് കൂടെ ഒന്ന് കിക്ക് ആയിട്ട് ഒന്ന് പറഞ്ഞാൽ മതി. അതായത് ഒന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു, ഞാൻ പതുക്കെ കറക്റ്റ് ചെയ്ത് പോവാം. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, ആർക്കും വേണമെങ്കിലും പറയാം. ഇപ്പൊ ഒരാള് ആലോചിക്കാനുള്ള ടൈം എടുക്കണമെങ്കിൽ അടുത്ത പോയിന്റ് അടുത്ത ആൾക്ക് പറയാം, അങ്ങനെ പറയാം. ഓക്കെ, ഞാൻ കറക്റ്റ് ചെയ്ത് പോകാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് പ്രീ മാർക്കറ്റ് എലമെന്റ്സിലേക്ക് തന്നെ പോകാം. അപ്പൊ സ്റ്റാർട്ടിങ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഗ്ലോബൽ ഒരു പ്രീ മാർക്കറ്റ് അനാലിസിസ് ചെയ്താൽ അത് ചില ദിവസങ്ങളിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതായത് കൃത്യമായിട്ട് ബുള്ളിഷോ ബെയറിഷോ ആയ ദിവസങ്ങളിൽ നമുക്ക് ആ ഒരു ഡയറക്ഷനിലേക്ക് മാത്രം ട്രേഡ് എടുക്കാവുന്ന തരത്തിൽ മറ്റുള്ള ഡയറക്ഷനിലേക്കുള്ള ട്രേഡ് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ പലപ്പോഴും ഒരു ലോസ് നമുക്ക് കുറയ്ക്കാൻ പറ്റിയാൽ, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ പ്രോഫിറ്റ് കൂട്ടാൻ പറ്റിയാൽ മാസം തന്നെ അതൊരു വലിയ P&L വലിയൊരു മാറ്റം ഉണ്ടാകും. അപ്പൊ അത് കൊണ്ട് പ്രീ മാർക്കറ്റ് അനാലിസിസ് എപ്പോഴും നല്ലൊരു ഹാബിറ്റാണ്. അപ്പൊ അതിലെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട എലമെന്റ് തുടങ്ങാം. എന്തൊക്കെയാണ് നോക്കുന്നത്? ഇന്ത്യ വിക്സ് നോക്കിയാൽ ഗ്ലോബൽ മാർക്കറ്റ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഗ്ലോബൽ മാർക്കറ്റ്, ദെൻ ഇന്ത്യ വിക്സ്, ദെൻ FIDA ഡാറ്റ, ദെൻ ക്രൂഡ് ഓയിൽ പ്രൈസ്. ഇപ്പൊ ക്രൂഡ് ഓയിൽ പ്രൈസ് ഇപ്പോ ഈ ഒരു സീസൺ അനുസരിച്ചാണ്. ഇപ്പൊ യുദ്ധം പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൂടും. ചിലപ്പോൾ ആ യുദ്ധത്തിന്റെ സമയത്തൊക്കെ ക്രൂഡ് ഓയിൽ പ്രൈസ് ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിരുന്നു. ഓക്കെ, പിന്നെ നമുക്ക് ചാർട്ടിലേക്ക് വരാം അല്ലെ? ഓക്കെ, ചാർട്ടിലേക്ക് വരുമ്പോ നമ്മൾ ആദ്യം ചെയ്ത സ്റ്റെപ്പ് എന്താണ്? പ്രീവിയസ് ഡേ ഹൈ ലോ മാർക്ക് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 3-4 ദിവസങ്ങളിലെ, അതുപോലെ തന്നെ കുറച്ച് ബാക്കിലേക്ക് നോക്കുമ്പോൾ വളരെ വിസിബിൾ ആയിട്ടുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും കൂടിയും നിങ്ങൾ അതിൽ ഉൾപ്പെടുത്താം. അപ്പൊ അതൊരു ലൈൻ ഉപയോഗിച്ച് മാർക്ക് ചെയ്യും, അതായത് ഡെയിലി ടൈം ഫ്രെയിം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് 30 മിനിറ്റ്സിൽ നമ്മൾ എന്ത് ചെയ്യും? ഹൈ ആൻഡ് ലോ മാർക്ക് ചെയ്യണം. 30 കറക്റ്റ്. ഫ്രീക്വൻസി, റീസൻസി, അപ്രോച്ച് ഡിസ്റ്റൻസ്, ബൗൺസ് സ്പീഡ്, ഈ 5 ഘടകങ്ങളെ ബേസ് ചെയ്ത് അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞുള്ളൂ. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്,
ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇപ്പൊ പ്രൈസ് നിൽക്കുന്നതിന് മുകളിൽ താഴെയായിട്ട് മാർക്ക് ചെയ്യും. ദെൻ Then 5 minutes. 5 മിനിറ്റ്സിൽ ഇതൊന്ന് ഫൈൻ ട്യൂൺ ചെയ്യുന്നു. ചിലപ്പോൾ എക്സ്ട്രാ ഒരെണ്ണൊക്കെ നമുക്ക് ഒന്നുകൂടി നോട്ടീസ് ചെയ്യാൻ പറ്റിയേക്കാം. അതിന് പുറമെ എന്ത് ചെയ്യും, 5 മിനിറ്റിലാണ് നമ്മളുടെ പിന്നെ യുദ്ധക്കളം. അതാണ് നമ്മുടെ മോസ്റ്റ് ഫേവറേറ്റ് ടൈം ഫ്രെയിം. നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ടൈം ഫ്രെയിം. അതിന്റെ റൗണ്ട് നമ്പർ ഒക്കെ നോക്കിയിട്ടല്ലേ? നമുക്ക് ആദ്യം തന്നെ നമ്മൾ ട്രെൻഡ് നോക്കാം. ട്രെൻഡ് ബുള്ളിഷ് അല്ലെങ്കിൽ ബെയറിഷ് ഏതെങ്കിലും ഒരു ട്രെൻഡിലാണെങ്കിൽ നമ്മളത് ഫിബൊനാച്ചി കൺസിഡർ ചെയ്തിട്ട് 6178 ലെവൽസ് വരയ്ക്കും. ഇനി ട്രെൻഡിലല്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഐദർ ഒരു സൈഡ് വേസ് മാർക്കറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കോൺട്രാക്ഷൻ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് കോൺട്രാക്ഷൻ മാർക്കറ്റ് അല്ലെ, ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ പോലെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് എക്സ്പാൻഷൻ മാർക്കറ്റ്, വികസിച്ചുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതിനൊക്കെ നമുക്ക് വെയ്ഗ് മാർക്കറ്റ് ടൈപ്സ് എന്നുള്ളതിലേക്ക് കാറ്റഗറൈസ് ചെയ്യാം. അതായത് നമ്മുടെ ട്രെൻഡ് അല്ല, കൃത്യമായൊരു ട്രെൻഡ് അല്ല, മറ്റെന്തോ. അപ്പൊ അതിന് അങ്ങനെയാണെങ്കിൽ ഫിബൊനാച്ചിക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. അല്ല കൃത്യമായിട്ട് അപ് ട്രെൻഡ് ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ ഫിബ് ലെവൽസിൽ കൺസിഡർ ചെയ്യുക, അത് വരച്ചിടുക. പിന്നെ റൗണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണ് നിഫ്റ്റിയില്? 24,000, 24,500 അങ്ങനെ. അതെ, 500ന്റെ 1000ന്റെ ഗുണിതങ്ങളും 100ന്റെ ഗുണിതങ്ങൾ നമുക്ക് മറ്റേതെങ്കിലും ഒരു ഫിബ് ലെവലിനോ 5 മിനിറ്റിൽ മറ്റേതെങ്കിലും ഒരു ഫിബ് ലെവലിനോ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനോ കോൺഫ്ലുവൻസ് ആയിട്ട് മാത്രം ഉപയോഗിക്കാം. കറക്റ്റ് ഒരു സപ്പോർട്ട് ഉണ്ട്, അവിടെ തന്നെയാണ് 23,400 എന്നുണ്ടെങ്കിൽ 24,400 എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അതൊരു എക്സ്ട്രാ കോൺഫ്ലുവൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതായത് അത് മാത്രമായിട്ട് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യരുത്, അതുകൊണ്ട് അത് വരച്ചിടുന്നതിൽ വലിയ പ്രസക്തി ഇല്ല, വേണമെങ്കിൽ വരച്ചു. പിന്നെ ഉള്ളത് എന്താണ്, ഇനി അടുത്ത സ്റ്റെപ്പ്. ഇപ്പൊ 5 മിനിറ്റ്സിൽ പോയിട്ട് നമ്മൾ ഈ ഫിബ് ലെവലും റൗണ്ട് നമ്പേഴ്സ് ഒക്കെ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യുന്നു, മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം അത് ചിലപ്പോൾ നമുക്ക് 30 മിനിറ്റ്സിലേ വരയ്ക്കാൻ പറ്റും. വലിയ ഫിബ് ലെവൽസ് നമുക്ക് 30 മിനിറ്റ്സിൽ വരയ്ക്കാം. മൈന്യൂട്ട് ആയിട്ടുള്ള മൈനർ സ്ട്രക്ചറിലുള്ള ഫിബ് ലെവൽസ് നമുക്ക് വേണമെങ്കിൽ 5 മിനിറ്റ്സിൽ വരയ്ക്കാം. അപ്പൊ ഇത് രണ്ടും വർക്ക് ചെയ്യും. അപ്പൊ അതിൽ പെട്ടെന്ന് ടാർഗറ്റ് കിട്ടണമെങ്കിൽ ഇൻട്രാഡേ സ്കാൽപ്പിംഗ് ഒക്കെ ആണെങ്കിൽ മൈനർ സ്ട്രക്ചറിലെ ഫിബ് ലെവലാണ് വർക്ക് ചെയ്യുന്നത്, നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അതായത് 5 മിനിറ്റിൽ ആണ് അത് ചെയ്യേണ്ടത്. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ബൈയിങ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നു. ഇപ്പോ മാർക്കറ്റ് നിൽക്കുന്നതിന് മുകളിലും താഴെയുള്ള ഇമ്പോർട്ടന്റ് ലെവൽസുകളെ ബേസ് ചെയ്തിട്ട് നമ്മൾ ബൈ ഓർ സെൽ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ലോങ് ഓർ ഷോർട്ട് ഓപ്പർച്യൂണിറ്റീസുകൾ നോക്കുന്നു അല്ലെ. ഇപ്പൊ സപ്പോർട്ട് നിൽക്കുന്നതിന് മുകളിൽ എത്ര ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും സാധാരണ നിലയ്ക്ക്? 2 ഓപ്പർച്യൂണിറ്റി, താഴെ 2 ഓപ്പർച്യൂണിറ്റി. ഇനിയിപ്പോ മാർക്കറ്റ് നിൽക്കുന്നതിന് തൊട്ട് മേലെ ഫിബൊനാച്ചി 78 ഉണ്ട്, അതിന് മേലെ വേറെ റൗണ്ട് നമ്പറും ഉണ്ട്, അതിന് മേലെ വേറൊരു മൾട്ടി കീ ലെവൽ, അതായത് മൾട്ടി സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ 2-3 റിവേഴ്സലിനുള്ള സാധ്യതകൾ ഉണ്ടായിരിക്കാം. അപ്പൊ അത് ഒക്കെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ ഒരു കേസിൽ 78ഉം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും ഒന്ന് തന്നെയാണ്. ഇനി ഇവിടുന്ന് വിട്ടാ അടുത്തത് എവിടെയാണ്? ഇവിടെ നമുക്കൊരു റിവേഴ്സൽ ബ്രേക്ക്ഔട്ട് ഓപ്പർച്യൂണിറ്റി നോക്കിക്കൂടെ? ഇവിടെ റിവേഴ്സൽ ഓപ്പർച്യൂണിറ്റി നോക്കാം. അതുപോലെ തന്നെ ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് ഓപ്പർച്യൂണിറ്റി നോക്കിക്കൂടെ? 24,500 റൗണ്ട് നമ്പർ. ഓക്കെ, അപ്പോ ഗോട്ട് ദ ഐഡിയ ഐ തിങ്ക്. ഓക്കെ, അപ്പൊ ബേസിക്കലി നമ്മൾ ഇപ്പൊ നിൽക്കുന്നതിന് തൊട്ട് മുമ്പുള്ള 2 താഴെയുള്ള 2 വരയ്ക്കുക. അതിനുശേഷം മാർക്കറ്റ് അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ അടുത്ത കീ ലെവൽ ബേസ് ചെയ്തിട്ട് സെയിം സംഭവം റിപ്പീറ്റ് ചെയ്യും അല്ലെ. അപ്പോ ഇനി അടുത്തത് എത്ര ട്രിഗേഴ്സ് ഉണ്ട്? നമുക്ക് മൊത്തം അവിടെ പ്രൈസ് എത്തിയാൽ 3. അതിലൊന്ന് കാൻഡൽസ്റ്റിക് പാറ്റേൺ, 1 ഹൈക്കനാഷി, 3 മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്. ഇനി അടുത്തത് ഹൈക്കനാഷിയും കാൻഡൽസ്റ്റിക് പാറ്റേൺ നമ്മൾ ഏത് ടൈം ഫ്രെയിമിലാണ് നോക്കേണ്ടത്? 1 മിനിറ്റ് ആണോ 5 മിനിറ്റ് ആണോ? 1 മിനിറ്റ് അല്ല, 5 മിനിറ്റ്. 5 മിനിറ്റ് അല്ലെങ്കിൽ അത് ടു ഏർലി ആവും. പെട്ടെന്ന് മാർക്കറ്റ് ഒന്ന് സാധാരണ നിലയ്ക്ക് താഴത്തേക്ക് വരുമ്പോ ചെറുതായിട്ട് കയറി ഇറങ്ങിയല്ലേ വരാം. ആ ചെറിയ കയറ്റത്തിൽ നമ്മൾ പെടും. ഇനി MSS നോക്കേണ്ടത് ഏത് ടൈം ഫ്രെയിമിലാണ്? MSS മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നോക്കേണ്ടത് 1 മിനിറ്റ്. അപ്പൊ അത് തെറ്റരുത്. കാൻഡൽസ്റ്റിക് നോക്കേണ്ടത് 5 മിനിറ്റ്, MSS നോക്കേണ്ടത് 1 മിനിറ്റ്. അപ്പോ ഇവിടെ നല്ലൊരു എക്സാമ്പിൾ ഉണ്ട് കണ്ടോ? മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ട് MSS എന്ന് പറയുന്നത് ഇവിടെയാണ് അല്ലെ. അപ്പൊ ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന അവസാനത്തെ ലോ, അതിപ്പോ കൃത്യമായിട്ടൊരു കണക്കൊന്നും ഉണ്ടാവണമെന്നില്ല, അവസാനത്തെ ലോ അത് ബ്രേക്ക് ചെയ്യുമ്പോൾ
ബ്രേക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടം തുടങ്ങി ഇവിടം വരെ അളക്കണം എന്നില്ല, ഏകദേശം ഒരു ഐഡിയ ഉണ്ടല്ലോ. 61 എന്ന് പറഞ്ഞാൽ 50യേക്കാൾ പകുതിക്ക് മേലെ അല്ലെ. 61% ഒരു അലേർട്ട് വെക്കുക. അവിടെ എത്തുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ബ്ലൈൻഡ് ആയിട്ട് എടുക്കാം, ഇതിന് മേലെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം, കാരണം MSS കിട്ടി. കുറച്ചുകൂടി ക്ഷമയുണ്ടെങ്കിൽ അവിടെ എത്തിയിട്ട് ഹൈക്കനാശി റെഡ് ആകുമ്പോൾ മാത്രം എടുത്താൽ മതി. പിന്നെ നേരെ കയറിക്കൊണ്ട് പോകുമ്പോൾ എടുക്കണ്ട. ഇവിടെ ഞാനൊരു ടൈം ഒരു വെർട്ടിക്കൽ ലൈൻ മാർക്ക് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്യാം, എന്നിട്ട് നമുക്കത് ഹൈക്കനാശി ആക്കി നോക്കാം. ഓക്കെ, ഹൈക്കനാശി ആക്കുമ്പോൾ ചാർട്ട് ലേറ്റസ്റ്റ് ചാർട്ടിലേക്ക് സ്വിച്ച് ആവും. അപ്പൊ നമ്മൾ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് പോന്നിട്ടുണ്ട്. എവിടെയാണ് അപ്പൊ ഇതിങ്ങനെ മുകളിലേക്ക് കയറി പോകുമ്പോ നമ്മൾ ബൈ ചെയ്യണ്ട, അല്ലെങ്കിൽ ലിമിറ്റ് ഓർഡർ ഇട്ടിട്ടൊന്നും ബൈ ചെയ്യാൻ നിൽക്കണ്ട. ഇവിടെ എത്തിയിട്ട് ഒന്ന് ക്ഷമയുണ്ടെങ്കിൽ ആ 1 മിനിറ്റിൽ ഹൈക്കനാശി ഒരു എൻഗൾഫിംഗ് കൂടി കിട്ടി കഴിഞ്ഞെടുത്താൽ ബെറ്റർ. എന്നാലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇതിന്റെ മുകളിൽ വെക്കരുത്, ഇതിന്റെ മുകളിൽ വെക്കാം. തിരിച്ചപ്പം തന്നെ എടുക്കുമ്പോൾ അതിന്റെ മുകളിൽ വെച്ചാൽ തട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ട. സാധാരണ നിലയ്ക്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുമ്പോൾ അണ്ടർലൈനിൽ അലേർട്ട് വെച്ചിട്ട് പ്രീമിയം മാനുവലി സ്വൈപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി, മാർക്കറ്റ് ഓർഡറിന് എക്സിറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. ഓക്കെ അല്ലെ. അപ്പൊ ലാസ്റ്റ് പോയിന്റ് ഒന്നുകൂടി നമുക്ക് റിവൈസ് ചെയ്യാം. നമുക്ക് ആ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പോട്ടിൽ മാർക്കറ്റ് എത്തിയാൽ അവിടെ ഓൾറെഡി ഒരു അലേർട്ട് വെക്കുക, മുകളിൽ ഒരു അലേർട്ട് വെക്കുക, താഴെ ഒരു അലേർട്ട് വെക്കുക. അവിടെ എത്തിയാൽ നമ്മൾ കുറച്ച് നേരത്തേക്ക് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അത്ര നേരം നമ്മൾ ഫ്രീ ആണ്. അവിടെ വരെ എത്ര വരെ നമുക്ക് ഒരു പണിയില്ല പ്രത്യേകിച്ച് അല്ലെ. നമ്മൾ ഓൾറെഡി വരച്ചിട്ടാണ് ലെവലിൽ എത്തിയാലാണ് കളിയുള്ളൂ. അത് ചിലപ്പോ 11:30 ആവാം, ചിലപ്പോ 1:30 ആവാം. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ മാർക്കറ്റിന്റെ റെസ്പോൺസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അവിടെ നിന്ന് തിരിക്കാനാണോ ഉദ്ദേശിക്കുന്നത്, അത് ഇടിച്ച് താഴ്ത്തേക്ക് വീഴാനാണ് ഉദ്ദേശിക്കുന്നത്, ഇത് നമ്മൾ കുറച്ചു നേരം നോക്കിയിരിക്കേണ്ടതുണ്ട്. അവിടെയാണ് ആക്ച്വലി അടുത്ത നമ്മളെ ട്രേഡിംഗ് ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ വർക്ക് വരുന്നത് അവിടെയാണ്. അപ്പൊ അവിടെ എത്തിയിട്ട് ഒരു MSS വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ബൈങ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നു. അതല്ല അവിടെ ഇടിച്ചിടിച്ച് നിൽക്കുകയാണ്, MSS എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, നല്ലൊരു ഇമ്പൾസീവ് മൂവ് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചുലുവിലക്ക് വാങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അതല്ല അവിടെ ഒരു MSS വരുന്നില്ല, ഇടിച്ചിടിച്ച് നിന്നിട്ട് താഴത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ആ ബ്രേക്ക് ഔട്ടിൽ കയറി. ചിലപ്പോൾ ഇത് രണ്ടും സംഭവിക്കണമെന്നില്ല, മാർക്കറ്റ് മുകളിലേക്ക് പോന്നിട്ട് ആ ലെവലിനെ റെസ്പെക്ട് ചെയ്യാണ്ട് ക്ലോസ് ചെയ്യും. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമ്മൾ ഒരിക്കലും അത് എടുക്കരുത്, കാരണം അത് റീറ്റെയിലേഴ്സിനുള്ള പണിയാണ്. മിക്കതും അത് ചീറ്റ് ചെയ്ത് മുകളിലേക്ക് കയറലും പിന്നെ വീണ്ടും ഇറങ്ങലൊക്കെ ആവും. അപ്പൊ ആ സ്പോട്ടിനെ റെസ്പെക്ട് ചെയ്യണത് കണ്ടാൽ മാത്രമാണ് ഇനി അവിടെ നിന്ന് ബൈ ചെയ്യണോ അതോ അത് ബ്രേക്ക് ചെയ്ത് താഴ്ത്തേക്ക് പോവുകയാണെങ്കിൽ ഷോർട്ട് ചെയ്യണം തീരുമാനിക്കാം. അപ്പോൾ നമ്മൾ ഇതിലെവിടെയും നമ്മൾ മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല, ഇതിലെവിടെയും മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യുന്നേ ഇല്ല അല്ലെ. മാർക്കറ്റ് പോണ ഫ്ലോനനുസരിച്ച് നമ്മൾ നീന്താണ്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും മാർക്കറ്റ് ഇന്ന് അങ്ങനെ ആയതുകൊണ്ട് അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് ആയതുകൊണ്ട് ഇങ്ങോട്ട് പോകും, സാധ്യതയുണ്ട്, ഇതൊക്കെ റബ്ബിഷ് ടോക്കാണ്. അത്തരത്തിലുള്ള ടോക്കേ മാക്സിമം, ചിന്തകളെ മാക്സിമം ഒഴിവാക്കുക. എങ്ങോട്ട് പോയാലും ഒരു മാർക്കറ്റ് അവിടെ കൺസോളിഡേറ്റ് ആയി നിൽക്കല്ലേ ഇന്ന് നമ്മുടെ ലെവലിലാണ് നിഫ്റ്റിയുടെ. ഇവിടെയാണ്. ഇവിടെ കൺസോളിഡേറ്റ് ആയി നിൽക്കുന്നു. ഇവിടെ പ്രത്യേകിച്ച് പ്രസക്തിയുള്ള ഒരു ഏരിയ അല്ല, അപ്പൊ നമുക്ക് നല്ലൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഇല്ല. ഓക്കെ, അപ്പോ ഈ നിഫ്റ്റിയിൽ സത്യസന്ധമായി ഓപ്ഷൻ ബൈ ചെയ്ത് ട്രേഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു ഫാക്ട്, ആഴ്ചയിൽ 2-3 ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുള്ളൂ. ഫുൾ ടൈം നിഫ്റ്റിയിൽ നോക്കിയിരിക്കുന്നവർക്ക്, കണ്ണിൽ എണ്ണ ഒഴിച്ച് നോക്കിയിരിക്കുന്നവർക്ക് 2-3 ഓപ്പർച്യൂണിറ്റികളെ കിട്ടാറുള്ളൂ. അതില് എടുക്കുന്ന ട്രേഡുകൾ, അപ്പൊ എത്ര ട്രേഡ് ഒരു മാസം ഉണ്ടാവും? ഒരു 2 വെച്ച് കൂട്ടിയാ 8, 3 വെച്ച് കൂട്ടിയാ 12 അല്ലെ. ഒരു മാസം 4 ആഴ്ചയല്ലേ. അപ്പൊ 8-12 നല്ല ഓപ്പർച്യൂണിറ്റികളാണ് ഒരു മാസം ഉണ്ടാവുള്ളൂ. അതില് അപ്രോക്സിമേറ്റ്ലി 50% വിന്നിംഗ് റേറ്റ് ഉള്ളൂ നമുക്ക് കിട്ടുള്ളൂ. ഇത് ഞാൻ പറഞ്ഞതല്ല, ഷിജുമോൻ ആന്റണി പറഞ്ഞതാണ്. അതായത് ഇന്ത്യയിലെ ഒരു വർഷത്തെ ഏറ്റവും ബെസ്റ്റ് ട്രേഡർ ഇന്ത്യയിലെ, കേരളത്തിലെന്ന് പറയാൻ പറ്റില്ല. ഈ ഓൾമോസ്റ്റ് നമ്മുടെ കേരളത്തിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയപ്പെടുന്നതിൽ, കോമ്പറ്റീഷനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തേക്കുന്നതിൽ ബെസ്റ്റ് ട്രേഡർ എന്ന് പറയാം അല്ലെ. അപ്പൊ ആള് പറഞ്ഞൊരു കാര്യമാണ്, ആൾക്ക് കിട്ടുന്നത് ഒരു മാസം 10-12 ബൈയിങ് ഓപ്പർച്യൂണിറ്റികളാണ്. നോൺ ഡയറക്ഷണൽ സ്ട്രാറ്റജികൾ ദിനം പ്രതി ചെയ്യുന്നുണ്ടാവും. ഓപ്ഷൻ ബൈയിങ് കളികൾ ഒരു മാസം 8 മുതൽ 12 വരെ, അതായത് ആഴ്ചയിൽ 2-3 ഓപ്പർച്യൂണിറ്റികളാണ് കിട്ടുന്നത്. അതിലെടുക്കുന്നതിൽ 6 ട്രേഡ് എടുക്കുന്നതിൽ, അല്ലെങ്കിൽ ഈ 10 ട്രേഡോ 12 ട്രേഡോ എടുക്കുന്നതിൽ പകുതി ട്രേഡ്, അതായത് 12-ൽ പകുതി എന്ന് പറഞ്ഞാൽ 6 ട്രേഡ് വിജയിക്കുള്ളൂ. 6 ട്രേഡ് സ്റ്റോപ്പ് ലോസ് ഹിറ്റാവും. അതൊരു ലെജൻഡറി വിന്നിങ് റേറ്റ് ആണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അത് നമുക്കൊരു പഠിച്ച് നമ്മുടെ ക്ലാസ് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിലോ ഒരു മാസത്തിനുള്ളിലോ എക്സ്പെക്ട് ചെയ്യുന്നത് ബുദ്ധിമോശമാണ് അല്ലെ.
ലെജൻഡറി വിന്നിംഗ് റേറ്റ് ആണ് 50% എന്ന് പറയുന്നത്. 1:2 1:2. അപ്പൊ പലർക്കും അത് 1:2 കണക്ട് ആയില്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. 50-50 ആവും അല്ലെ? നമുക്ക് അതിന്റെ ഡെപ്ത് മനസ്സിലാവണമെന്ന് വിചാരിക്കും. നമുക്ക് കിട്ടുമ്പോ പോകുമ്പോ 2000 രൂപ, കിട്ടുമ്പോ 4000 രൂപ അല്ലെ? ഒരു 20,000-30,000 ക്യാപിറ്റലാണെന്ന് വിചാരിച്ചു. പോകുമ്പോ 1000, അല്ലെങ്കിൽ 2000, കിട്ടുമ്പോ അതിന്റെ ഇരട്ടിയാണ് കിട്ടുന്നത്. അങ്ങനെ ഒരു 10-12 ട്രേഡുകൾ മാസം ചെയ്തിട്ട് അതിൽ പകുതി വിജയിക്കാൻ പറ്റാന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി മോർ ദാൻ 10% മാസം കിട്ടുന്നതിന് സമാണ്. അപ്പൊ മോർ ദാൻ 10% ഓപ്ഷൻ ബൈ ചെയ്ത് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഒരു ലെജൻഡറി വിന്നിംഗ് റേറ്റ് ആണ്. ഓക്കെ, അതിന് പ്രൊഫഷണൽ ട്രേഡേഴ്സിന്റെ വിന്നിംഗ് റേറ്റ് ആയിട്ട് പോലും കാണരുത്. മീൻസ് 1:2 ട്രേഡ് ചെയ്തിട്ട് പകുതി ട്രേഡ് വിജയിക്കുക എന്നുള്ളത് ഒരു പ്രൊഫഷണൽ ട്രേഡറുടെ വിന്നിംഗ് റേറ്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ലെജൻഡറി പ്രൊഫഷണൽ ട്രേഡർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ കുറെ ഉണ്ടാവും. ലെജൻഡറി എന്ന് പറഞ്ഞാൽ AR റഹ്മാൻ, ഇളയരാജ, കമൽഹാസൻ എന്ന് പറയുന്ന പോലെ 10,000 അല്ലെങ്കിൽ 1,00,000 ഒരാള്. അപ്പൊ അതിൽ കൂടുതൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിൽ ഒരർത്ഥമില്ല. ഓക്കെ, അപ്പോ മാക്സിമം നാളെ നിങ്ങൾ ട്രേഡ് എടുക്കാൻ നോക്കുക. ഈ പ്രിൻസിപ്പിൾസും സ്ട്രാറ്റജികളൊക്കെ മനസ്സിലാക്കി ഇന്ന് തന്നെ പോയിട്ട് നിങ്ങളുടേതായ ഒരു ഫ്ലോ ചാർട്ട് എഴുതി വെക്കുക അല്ലെ? ഇപ്പൊ നമ്മൾ റിവൈസ് ചെയ്ത മൊത്തം കാര്യങ്ങൾ ഒരു നോട്ട്ബുക്കും പേന എടുത്തിട്ട് ഒരു ഫ്ലോ ചാർട്ട് പോലെ എഴുതി വെക്കുക. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4. എന്നിട്ട് നാളെ അത് വെച്ചിട്ട് ഫോളോ ചെയ്യാൻ നോക്കുക. നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റികൾ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ, ട്രേഡ് എടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ ഓപ്പർച്യൂണിറ്റികൾ നിങ്ങൾക്ക് സ്വയം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ, വരച്ച് രേഖപ്പെടുത്താൻ പറ്റുന്നുണ്ടോ, കാര്യം മനസ്സിലാവുന്നുണ്ടോ. ട്രേഡ് എടുക്കാന്നുള്ളത് നമുക്ക് ആ മാർക്കറ്റ് ആ ഡയറക്ഷനിൽ വരുമ്പോഴാണ് ട്രേഡ് എടുക്കാൻ പറ്റുക. പിന്നെ വേണമെങ്കിൽ നമുക്ക് നമ്മളുടെ വിന്നിംഗ് റേറ്റ് ട്രേഡിംഗ് ഫ്രീക്വൻസി കൂട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 1 മിനിറ്റിൽ പോയിട്ട് ഇതിനുള്ളിലുള്ള ഓരോ മൂവിലും നമുക്ക് സ്കാൽപ്പ് ചെയ്യാം. പക്ഷെ അതിലേക്ക് ഇപ്പോ കടക്കുമ്പോൾ വിന്നിംഗ് റേറ്റ് സാരമായിട്ട് കുറയാൻ സാധ്യതയുണ്ട്. മാർക്കറ്റ് ഇങ്ങനെ താഴ്ത്തേക്ക് വീണു, ഈ ലോ കട്ട് ചെയ്തു, അത് കഴിഞ്ഞ് തിരിച്ചു കയറുമ്പോൾ ഇവിടെ തുടങ്ങി ഇവിടം വരെയുള്ള എൻ്റെ 6178 മാർക്കറ്റ് വീണ്ടും ഒന്ന് തിരിക്കാൻ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒന്ന് കൺസോൾഡേറ്റ് ചെയ്തിട്ട് താഴേക്ക് വരുമ്പോൾ പുട്ട് വാങ്ങാം. അത് കഴിഞ്ഞ് അങ്ങനെ സ്കാൽപ്പ് ചെയ്യാൻ പറ്റും. 1 മിനിറ്റിലേക്ക് പോകാൻ പറ്റും. അപ്പൊ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റികൾ ഈ പറഞ്ഞ പോലെ ഒരു ദിവസം 1 അല്ലെങ്കിൽ 2 കിട്ടും. പക്ഷെ ഈ ട്രേഡിങ്ങിന്റെ കേസിൽ കൂടുതൽ ട്രേഡ് ചെയ്യുന്നതിലല്ല കാര്യം. നമ്മളൊരു മാസത്തിൽ ഒരു 40 ട്രേഡ് ചെയ്തിട്ട് 1:1 റേഷ്യോയില് ഫോർ എക്സാമ്പിൾ 40 ട്രേഡ് ചെയ്തിട്ട് അതിലൊരു 22 ട്രേഡ് വിജയിക്കാൻ പറ്റുന്നേക്കാളും ബെറ്റർ ആണ് ഒരു 8 ട്രേഡ് ചെയ്തിട്ട് അതിൽ 6 ട്രേഡ് വിജയിക്കാൻ പറ്റുന്നത്. രണ്ട് സെയിം അല്ല. അപ്പോൾ എപ്പോഴും ട്രേഡിങ്ങിന്റെ കേസിൽ നമ്മൾ എന്താ പറയുക, നമ്പർ ഓഫ് ട്രേഡ്സിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ഒരു ദിവസം 2 ട്രേഡ് വെച്ച് ചെയ്യണം, അങ്ങനെ ഒരു പിടിവാശി വേണ്ട. അല്ലെങ്കിൽ 4 ട്രേഡ് വെച്ച് ചെയ്യുന്ന സിസ്റ്റംസ് ഉണ്ടായേക്കാം. ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വെച്ച് ചെയ്യുന്ന, മൂവിങ് ആവറേജ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ മൂവിങ് ആവറേജ് അങ്ങോട്ട് ക്രോസ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ വീണ്ടും ബൈ, വീണ്ടും മുകളിലേക്ക് പോയിട്ട് വീണ്ടും മൂവിങ് ആവറേജിലേക്ക് എത്തുമ്പോൾ വീണ്ടും ബൈ, അങ്ങനെയുള്ള സിസ്റ്റംസ് ഉണ്ടായേക്കാം. അപ്പൊ നമ്മൾ നോക്കേണ്ടത് പ്രോഫിറ്റബിലിറ്റി ആണ്. ഓവറോൾ പ്രോഫിറ്റബിലിറ്റിനെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ട്രേഡ്സ് വളരെ കുറയ്ക്കാൻ നോക്കുക ആണ് പ്രോഫിറ്റബിലിറ്റി കൂട്ടാൻ നോക്കാനുള്ള മാർഗം. ദാറ്റ് മീൻസ് ഇൻ ട്രേഡിംഗ് ലെസ് ഈസ് മോർ എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? സാർ ഇത് നമ്മുടെ കറണ്ട് ഇതിനകത്ത് എങ്ങനെയാ ചെയ്യുന്നത്?